ശ്രീ രചന സുനിത, നേരത്തെ ജാൻമണിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിന് താങ്കൾക്ക് മറുപടി നൽകാം. കാരണം ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ താങ്കൾ ചോദിച്ചൊരു കാര്യം, ഈ സർക്കാർ വി ഡി സതീശന്റെ നേതൃത്വത്തിലൊരു സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം എവിടെയാണ് ഇത്രത്തോളം വലിയ വിവാദമായ അല്ലെങ്കിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ എത്തിയിട്ടുള്ള എന്ത് സംഭവമാണ് ഉണ്ടായത്? ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചാടി ഇറങ്ങി അപ്പോൾ എല്ലാം ചെയ്തേനേം എന്നൊരു പരാമർശം താങ്കൾ നടത്തിയിരുന്നു. ഒപ്പം നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ഇവിടെയുള്ള ശ്രീ ജലീൽ പുനലൂരും പറയുന്നത് ഇതിൽ രാഷ്ട്രീയമായ ചില നാടകങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഈ ടി ജിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട്. നോക്കൂ ശ്രീ ഗൗതം, എനിക്ക് മുമ്പ് ബി ജെ പിയുടെ വക്താവ് പ്രിയപ്പെട്ട ശ്രീ യുവരാജ് ഗോകുൽ പറഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം വന്നിട്ട് കേരള പോലീസ് എന്തു ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം ഇടപെടാവും. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ തന്നെ മഹിളാ മോർച്ചയുടെ അധ്യക്ഷ പ്രിയപ്പെട്ട നവ്യ ഹരിദാസ് എന്ന് പറയുന്ന മഹിളാ മോർച്ചയുടെ അധ്യക്ഷ കൊടുത്തതിന്റെ കേസിന്റെ ഫലമായിട്ട് ഈ പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പേരിൽ ഭാരതീയ ന്യായ സംഹിതയുടെ 192, 356 അതുപോലെ തന്നെ 120 എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ച ഒരാളെ കോൺഗ്രസോ അല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരും ന്യായീകരിച്ചിട്ടില്ല. അത് ചെയ്യരുത്. അങ്ങനെയുള്ള ഒരാളെ ഈ പറയുന്ന ഒരു ചാനൽ ഫോണിലോ അല്ലെങ്കിൽ ഒരു പൊതുമാധ്യമത്തിലും ഞങ്ങൾക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. പ്രധാനമന്ത്രി ബി ജെ പിക്കാരനാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് അംഗീകരിച്ചു പോകുന്ന ആളുകളാണ് ഞങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അന്വേഷണവും അവർ മാപ്പ് പറഞ്ഞതും ഒക്കെ കേരളത്തിൽ കണ്ടതാണ്. അങ്ങനെ ഒരാളെ ന്യായീകരിക്കേണ്ട ഒരു സാഹചര്യവും കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞങ്ങൾ പഠിച്ച പാഠം അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകുന്ന പാഠം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇവിടുത്തെ സ്ത്രീത്വത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ആളുകളെ ഞങ്ങൾക്കൊരിക്കലും ഒരു പൊതുവേദിയിലും ഒരു ചാനൽ ഫോണിലും വന്നിരുന്ന് ഇതുപോലെ ന്യായീകരിച്ചു പോകാൻ സാധിക്കത്തില്ല. അതൊന്ന്. രണ്ടാമത് എന്റെ പ്രിയ സ്നേഹിതൻ ജലീൽ പുനലൂർ വലിയ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം LDF ഭാഗമായിട്ട് നിന്നപ്പോൾ നിരവധി അഡ്ജസ്റ്റ്മെന്റ് കണ്ട് വളർന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വന്നപ്പോൾ UDF ഗവൺമെന്റ് വരുമ്പോൾ അതുപോലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടന്നു പോകുന്നു എന്നുള്ള തെറ്റിദ്ധാരണയായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. 2024 ഏപ്രിൽ 18 അതായത് നമ്മളെല്ലാം സാംസ്കാരിക കേരളത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാം ആവേശമായ പൈതൃകമായ തൃശൂർ പൂരത്തിന് തലേ ദിവസം, ആ തലേ ദിവസം തൃശ്ശൂരുണ്ടായ പൂരവുമായി ബന്ധപ്പെട്ട പൂരം കലക്കിയത് എങ്ങനെയാണ്? MR അജിത് കുമാർ എന്ന് പറയുന്ന ഇപ്പോ മാറ്റി നിർത്തിയേക്കുന്ന MR അജിത് കുമാർ ഉണ്ടല്ലോ, UDF ഗവൺമെന്റ് മാറ്റി നിർത്തിയേക്കുന്ന ആൾ, പിണറായി വിജയന്റെ സ്വന്തം സഹയാത്രികൻ അല്ലെ അദ്ദേഹത്തിന്റെ സ്വന്തം ആള്, ഈ കണിമംഗലം ശാസ്താവിന്റെ വരെ എഴുന്നള്ളത്ത് മുടക്കിയ മഠത്തിൽ വരവ് മുടക്കി അവിടുത്തെ ഭക്തജനങ്ങളെ വളരെ വൈകാര്യത്തിലേക്ക് തള്ളിവിട്ട് അവിടുത്തെ എന്തിനേറെ പറയണം, അവിടുത്തെ ഈ പറയുന്ന ആനകൾക്ക് കൊണ്ടുവരുന്ന പനമ്പട്ട പോലും തടഞ്ഞു വെച്ച് പോലീസ് സംവിധാനത്തോടുകൂടി ആ പൂരം കലക്കിയതിന് ഭാഗമായിട്ട് അവിടുത്തെ ഹീറോ പരിവേഷം കൊടുത്ത് BJPയെ വിജയിപ്പിച്ച അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ ജലീൽ പുനലൂർ, അത് കോൺഗ്രസ് അല്ല ചെയ്തത്, നിങ്ങളുടെ ഗവൺമെന്റാ. പിന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അതേ LDFന്റെ ഭാരവാഹിയാണല്ലോ. നാഷണൽ ലീഗുകാർ അറിഞ്ഞോ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് MOUയിൽ ഒപ്പിടാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കുന്ന പിണറായി വിജയനെയും ഈ പറയുന്ന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നിങ്ങളുടെ സഹപാഠികളായ നിങ്ങളുടെ സ്വന്തം സുഹൃത്തുക്കളായ LDF എന്നുള്ള CPI വരെ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങി വന്നത് നിങ്ങൾ കണ്ടതല്ലേ ജലീൽ പുനലൂർ? അപ്പോ പിന്നെ ഈ മസ്കറ്റ് കോട്ടിൽ മാറ്റി നിർത്തിയതും നിർമ്മലാ സീതാരാമന്റെ വീട്ടിലേക്ക് പോയത് ഇന്നും താങ്കൾ പല മംഗലാപുരം യാത്രയൊക്കെ പറയുന്നുണ്ടല്ലോ. മംഗലാപുരം യാത്രയുമായി ബന്ധപ്പെട്ട് അവിടെ പരസ്യമായി തന്നെ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ താങ്കൾ അറിഞ്ഞത്. പരസ്യമായി തന്നെ അവിടെ എയർപോർട്ടിൽ വെച്ച് ആളുകളെ കണ്ടത് പരസ്യമായി തന്നെയാണ് കണ്ടത്, രഹസ്യമായല്ല. പക്ഷെ അടച്ചിട്ട മുറിയിൽ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോയി മുഖ്യമന്ത്രി കേന്ദ്രത്തിലെ നിർമ്മലാ സീതാരാമനെ കണ്ടത് എന്തിനാണ് താങ്കൾ പറയാൻ പറ്റുമോ? ഇപ്പോഴും താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പോഴും പ്രതിപക്ഷ നേതാവായ പഴയ മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുമോ? അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എവിടെ ആയിരുന്നു എന്ന് ജലീൽ പുനലൂർ ഞങ്ങൾക്ക് അറിയാം. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വന്ന് കോൺഗ്രസിനെതിരെ ഒന്നും ആക്ഷേപം പറയണ്ട. അത് നിങ്ങൾ ചെയ്ത അഡ്ജസ്റ്റ്മെന്റുകളാണ്. ആ അഡ്ജസ്റ്റ്മെന്റുകളായി മുന്നോട്ട് പോകുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു ഇവിടെ വലിയ പ്രളയ ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്നും വഴിമാറ്റാനാണെന്ന്. വിജിലി പി ഈശോ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവുണ്ട്, കണ്ടാണല്ലോ പാവപ്പെട്ട പ്രളയ ദുരന്തത്തിരിക്കുന്ന പാവങ്ങളെ കൊണ്ടുവന്നിട്ട് നാടകപരമായിട്ട് ഈ പറയുന്ന രാഷ്ട്രീയ മുതലാക്ക് നടക്കുന്നത് പ്രളയമുഖത്ത്. ഞങ്ങൾ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന പലരും ഇറങ്ങിയിട്ടുണ്ടാവും. അന്നൊന്നും 2018, 19 ഞങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന രാഷ്ട്രീയ ദുഷ്ടാക്കോട് കൂടിയല്ല പ്രളയവുമായി ബന്ധപ്പെട്ട് സേവന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോയത്. ഇപ്പോഴും CPMകാർക്കും അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾക്കും അവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കല പണി. ഈ പറയുന്ന സർക്കാരിനെതിരെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട്. അങ്ങനെ പ്രളയവുമായി ബന്ധപ്പെട്ടൊന്നും പേടിക്കുന്നില്ല ജലീൽ പുനലൂർ. ഇവിടെ എല്ലാം ക്യാമ്പുകൾ നടക്കുന്നുണ്ട്, എന്റെ നാട്ടിൽ ഉൾപ്പെടെ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു പോകുന്നില്ല ഞങ്ങൾ, അവിടെയും ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ഈ പറയുന്ന കടലിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്.
പക്ഷേ ഓഖി എന്ന് പറയുന്ന ഒരു ദുരന്തം ഉണ്ടായിരുന്നു. ആ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ കടലിന്റെ പ്രിയപ്പെട്ടവരെ കാണുവാൻ വേണ്ടി ചുമന്ന പരവതാനി വിരിച്ചുകൊണ്ട് കേരളത്തിലെ പഴയ മുഖ്യമന്ത്രി ഒന്ന് പോയി. അന്നേരം അവിടെ ഉണ്ടായ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ ചേർത്ത് പിടിച്ചവർ, കഴിഞ്ഞ പ്രാവശ്യം വന്ന പാവങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രളയവുമായി ബന്ധപ്പെട്ട പാവങ്ങളുടെ വലയും വള്ളവും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇരുന്ന ആളാണ് ഇപ്പൊ വന്ന ഗവൺമെന്റിനെ വിമർശിക്കാൻ വരുന്നത്. ഒരു കൈ ഇങ്ങോട്ട് ചൂണ്ടുമ്പോൾ, ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി എല്ലാ വിരലുകളും നിങ്ങൾക്ക് നേരെയാണ് എന്ന് വെളിയിൽ പുലർന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും കോൺഗ്രസിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ പറയുന്ന UDF സർക്കാരിന്റെ പേരിലൊന്നും വെക്കണ്ട ജലീൽ പുരൂർ. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുമായിട്ടല്ല ഞങ്ങൾ പോകുന്നത്. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കേസെടുക്കും. അതിനാണ് ആഭ്യന്തര വകുപ്പ്. അത് നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങളുടെ CPM ഞങ്ങൾ വളർന്നു വന്ന പാർട്ടിയാണ് ഇതെന്ന് പറഞ്ഞ് നടക്കുന്ന അർജുൻ നായങ്കിയെ പോലെയുള്ളവരെ അറസ്റ്റ് ചെയ്യും. അതുപോലുള്ള ഗുണ്ടകളെ, അതുപോലുള്ള ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട ക്രിമിനലുകളൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിൽ 10 വർഷം പൂണ്ട് വളയോടെയായിരുന്നു. പക്ഷെ ഇപ്പൊ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സർക്കാരുമുണ്ട്. അങ്ങനെയുള്ള ഗുണ്ടകളെയൊക്കെ അറസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ വിവാദ പരാമർശം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യും. കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. അതൊന്നും കണ്ണ് വെച്ചിട്ട് കാര്യമില്ല. 10 വർഷത്തെ ഗവൺമെന്റ് അല്ല കേരളം ഭരിക്കുന്നത്, VD സതീശിന്റെ ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. ജലീൽ പുരൂർ പൊളിഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഓക്കെ.